നാളെയാണ് വിഷു ബമ്പർ ഒന്നാം സമ്മാനം 10 കോടി രൂപ. നിങ്ങളുടെ ഭാര്യയ്ക്ക്, നിങ്ങളുടെ കുട്ടിക്ക്, നിങ്ങളുടെ അമ്മയ്ക്ക്, നിങ്ങളുടെ കുടുംബത്തിലെ ഓരോരുക്കും ഭാഗ്യം നിങ്ങളെ തേടിയെത്തുന്നു. വിഷു ബമ്പർ ഒന്നാം സമ്മാനം 10 കോടി രൂപ. നാളെയാണ്. എനിക്കറിഞ്ഞൂടാ എന്താ കാര്യം. മണിയണ്ണ എവിടെ പറയും കാര്യം എന്ത്? അതൊക്കെ പറയാം. അവ വല്ല ഓട്ടോ പോയി കാണും. നിങ്ങൾ മൊബൈലിൽ വിളിച്ചു നോക്കൂ. ഞാൻ കുറെ വിളിച്ചടേ, അപ്പൊ ചുറ്റാപ്പ് എന്നാണ് പറയുന്നത്. എന്താണ് ചുച്ചാപ്പ? ഞാൻ കുറെ വിളിച്ചതാ, ടിച്ചാപ്പ് എന്നാ പറയുന്നത്. വീട്ടിൽ തന്നെ കാണും. നിങ്ങൾ കാര്യം പറ, എന്താ പ്രശ്നം? എടാ നമ്മുടെ മണിയാണത് ലോട്ടറി അടിച്ചത്. എന്ന് ആരും പറഞ്ഞു? ഞാനല്ലേ അവന് കഴിഞ്ഞ ആഴ്ച ടിക്കറ്റ് കൊടുത്തു. അതുകൊണ്ട് അണ്ണനാണ് അടിച്ചതെന്നുള്ളതിന് എന്താ ഉറപ്പ്? ആദ്യം കേട്ടപ്പോ ഞാനേ വിശ്വസിച്ചില്ല. അവസാനം സിറ്റിയിലെ ലോട്ടറി ഓഫീസിൽ വിളിച്ചു വെച്ചപ്പോഴാണ് ഉള്ളതാണെന്ന് അറിഞ്ഞത്. അവളെ ആഘോഷം തുടങ്ങി. അയ്യോ, മണിയന്റെ കയ്യിലിരിക്കുന്ന ലോട്ടറി കണ്ടാലേ എന്നെ നെഞ്ചെടുപ്പിക്കും. ഇത് നെഞ്ചെടുപ്പല്ല, നെഞ്ചിലെ കല്ലിറങ്ങൂന്ന് പറ. ഇനിയെങ്ങാനും അവന്റെ ആ ടിക്കറ്റ് ഇല്ലെങ്കിലോ ഒന്ന് ആലോചിച്ച് നോക്ക്. പുളിച്ചു വർത്താനം പറയല്ലേ, അത് നമുക്ക് പിന്നെ ആലോചിക്കാൻ ഒന്നുമില്ല. ഇപ്പൊ തന്നെ അണ്ണന്റെ വീട്ടിലോട്ട് പോവാം. അടിച്ചല്ലേന്ന് അറിയണോ? ഇതൊന്നും പറഞ്ഞ ഈ വീട്ടിലുള്ളവർക്ക് തലേ കയറൂല. മറ്റുള്ളവരെ പറഞ്ഞിട്ട് കാര്യം തോന്നും. പട്ടിക്കൊരു വേലയില്ല, കുത്തിയിരിക്കാൻ നേരമില്ല എന്ന് പറഞ്ഞ കണക്കാണ് എന്റെ ജീവിതം. ഞാനും കൂടി എന്തെങ്കിലും ജോലിക്ക് പോകുന്ന വെച്ചാൽ അതിന് സമ്മതിക്കൂല. ഇവിടെ കൊച്ചുങ്ങൾക്ക് സ്കൂൾ തുറക്കണം, പിള്ളേരൊക്കെ ബുക്ക് വാങ്ങിച്ചില്ല, ബാഗ് വാങ്ങിച്ചില്ല, യൂണിഫോം തെച്ചില്ല. അങ്ങനെയൊക്കെ അങ്ങനെ വല്ല വിചാരം ഉണ്ടാ? ഏത് സമയം ഇവിടെ കുത്തിരിപ്പാണ് ജോലി. കൂട്ടുകാരോട് വെള്ളം ഒടിച്ചു കിടക്കാൻ ഒരു കുരുവില്ല. നിങ്ങൾ എന്നീ കൂടി നിർത്തുന്നോ അന്നേ ഈ വീട് നന്നാവും. ആ തമിഴ്നാട്ടിന്ന് പിരിവിന് വരുമ്പോഴേ നിങ്ങളെ അങ്ങ് സമാധാനം പറഞ്ഞാൽ മതി. എനിക്കൊരു തന്നെ വായിരിക്കുന്ന കേൾക്കണമെന്ന് വയ്യ. അവധി പറഞ്ഞതിനൊരു നാണം വേണ്ടേ? നേരം വെളുക്കുമ്പോ അവള് തുടങ്ങും. ചെറുക്കനൊരു മനസമാധാനം കൊടുക്കൂല. എപ്പോ നോക്കിയാലും അവള് കൊണോണാന്ന് പറഞ്ഞോണ്ടിരിക്കും. വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ ആണുങ്ങൾക്ക് ഒരു മനസമാധാനം കൊടുക്കണ്ടേ? ഞാൻ സമാധാനം കൊടുക്കാം. എന്നാ നിങ്ങളൊരു കാര്യം ചെയ്, മോനൊരു തൊട്ടിൽ കെട്ടി അതിൽ ടാട്ട് ഒരു പാൽക്കുപ്പിയും കൂടെ വെച്ചു കൊടുക്കണേ. കൂച്ചോണ്ട് കിടന്നങ്ങ് ഉറങ്ങട്ടെ. ഇല്ല വാവ നല്ലതുപോലെ തൊട്ടിലിട്ട് ആട്ടി തന്നെടി ഞാൻ അവനെ വളർത്തിയത്. അതിന് നിന്റെ ശുപാർശയൊന്നും വേണ്ട. കടക്കാര് വരുമ്പോഴേ അമ്മയും മോനും കൂടെ ഇങ്ങനെ അങ്ങ് പറഞ്ഞങ്ങ് വിട്ടാ മതി, കേട്ടാ? അവൻ തന്നെല്ലടി കൊടുക്കണത്, അല്ലാതെ നിന്റെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കണില്ലല്ലോ. എന്റെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നൊക്കെ എവിടെ അങ്ങ് പറഞ്ഞു പോയാ? കൊണ്ടുവന്ന് തോനെ കുട്ട കണക്കിനല്ലേ ആൾക്കാർ ചുമന്നോണ്ട് വന്നത്. എന്നെ കൊണ്ടൊന്നും പറയരുത്. സംബന്ധം ആലോചിച്ചപ്പോ ഇതൊന്നും അറിഞ്ഞൂടായിരുന്നാ കൊട്ടക്കണക്കിനൊന്നും കിട്ടൂലെന്ന്? മോന് പെണ്ണ് മാത്രം മതി എന്ന് പറഞ്ഞല്ലേ അന്ന് വന്നത്. ഒരുപാട് കിട്ടുന്നിടത്ത് പോയാൽ കിട്ടിക്കൂടായിരുന്നാ? എന്ത് ആരെങ്കിലും വേണ്ടെന്ന് പറഞ്ഞാ? അതെ, നിന്നെ പെണ്ണാണാൻ വരുന്നതിന് മുമ്പേ നിന്നെക്കാളും സുന്ദരിമാരായ 2-3 പെണ്ണുങ്ങൾ ആലോചന എനിക്ക് വന്നതാ. നല്ല സ്ത്രീധനവും കിട്ടുമായിരുന്നു അല്ലേ? അല്ലാതെ ആ കഥകളൊക്കെ എനിക്കറിയാം. എന്ത്? ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയ പെണ്ണിനെ 2 മാസം കഴിഞ്ഞ് തിരിച്ചു വിളിച്ചോണ്ട് വന്ന് കെട്ടിച്ചു തരാൻ നോക്കിയതല്ലേ? അപ്പൊ സ്ത്രീധനം കൂടെ കിട്ടും. പുല്ല് വരണതുമില്ലല്ലോ. പിന്നെയും കുറെ നോക്കി നടന്നതല്ലേ? ബ്രോക്കർമാര് കുറെ പൈസയും കൊണ്ടുപോയി. കുറെ വീട്ടുകാരുടെ ചായയും മിച്ചറും കേക്കും തിന്നത് മിച്ചം. എന്റെ സുരേന്ദ്രമാമ ഒറ്റ ഒരുത്തൻ കാരണമാണ് എനിക്ക് ഗതി വന്നത്. അതിനിപ്പോ ഇവിടെ എന്തൊരു സംഭവിച്ചു? അവൻ നിന്നെ പൊന്നുമല്ലേ നോക്കണത്? അങ്ങനെ പറഞ്ഞോടാ. നോക്കണ കാര്യൊന്നും പറയണ്ട. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ? എനിക്കെങ്ങനെ അറിയാം? എന്താടാ സജി എല്ലാരും കൂടെ? നേരം വെളുക്കണ്ട, എല്ലാം കൂടെ ഇറങ്ങിയിട്ടുണ്ട്. ചേച്ചി അണ്ണ എവിടെ വെച്ച് ഉച്ചയ്ക്ക് ശേഷം കാണാനില്ലോ? ഉറക്കാണോ? അണ്ണനെ കാണിക്കാനാ ഈ നാട്ടിൽ കണ്ട ആളുകളെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നത്. നിനക്കൊന്നും വേറെ ജോലിയും കൂലിയൊന്നുമില്ലേ? വീട്ടിൽ അടങ്ങിയത് ഇരിക്കാനും സമ്മതിക്കൂല. ആരെങ്കിലും കുഴി കൊണ്ട് ചാടിക്കാനായിരിക്കും. എടാ സജി, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ നിന്റെ അണ്ണൻ? ഒരു കുഴപ്പമില്ല ചേച്ചി. അണ്ണ എവിടെ? അവിടെ എവിടെങ്കിലും കാണും. എടാ മണിയേ,
ഓ എന്താമ്മേ എടാ നിന്നെ വന്ന് ചോദിക്കണുണ്ടോ അവന്മാര്? ഇവനൊക്കെ രാവിലെ എന്നെ ജോലിയും പറഞ്ഞിട്ട് ഇങ്ങോട്ട് കെട്ടിയെടുത്തതിന് ഇന്നലെ കുപ്പിയിലെ പൈസ ഞാൻ കൊടുത്താണല്ലോ. എന്റെ ഉടായി പോണ്ടല്ലോ. എന്തോ പറയാ സജിമോനെ രാവിലെ തന്നെ നിക്കണത് അണ്ണ അണ്ണൻ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ലോട്ടറി ചന്ദ്രന് ലോട്ടറി വല്ല എടുത്തായിരുന്നു അണ്ണ. ലോട്ടറി വാ ചന്ദ്രണ്ണന്റെ വാ ഞാനാ അണ്ണ നല്ലോണം ഒന്ന് ആലോചിച്ച് നോക്കണേ എടുത്ത വിറ്റിയാന്ന്. നല്ലോണം ഒന്ന് ആലോചിച്ച് നോക്ക്. അത് പിന്നെ അയാളെ ടിക്കറ്റ് മേടിച്ചെന്ന് അയാൾ പറഞ്ഞായിരുന്നു. ഉച്ചയ്ക്ക് നമ്മുടെ സ്റ്റാൻഡിലെ എനിക്കാ അതുകൊണ്ടല്ലേ ഞങ്ങളെല്ലാം കൂടെ തള്ളിപ്പിടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നത്. അയ്യോ ദൈവമേ 10 കോടിയാ. അണ്ണ എന്താ അണ്ണ ഒരു കാര്യം ചെയ്യണം. അണ്ണ ഇപ്പൊ തന്നെ പോയി ലോട്ടറി എടുത്തല്ലോ. അണ്ണ നമുക്ക് രണ്ടെണ്ണം അടിക്കണ്ടേ? നമുക്ക് ഇപ്പൊ തന്നെ പോയി മാറാം. കുന്തം വിഴി കണക്ക് നിൽക്കാതെ പോയി എടുത്തോണ്ട് പോ. അത് പിന്നെ ലോട്ടറി എവിടെ വെച്ചെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. ഓർമ്മയില്ലേ? ലോട്ടറി വെച്ചത് ഓർമ്മയില്ലേ? നീ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കടാ എവിടെ വച്ചെന്ന്. എടാ മണിയണ്ടാ, ഒന്ന് ആലോചിച്ച് നോക്കണ അങ്ങോട്ട്. നീ ഇങ്ങനെ ഒരു കിഴങ്ങനായി പോയല്ലടാ. എടാ പൊട്ടാ, വെറുതെ അല്ലടാ നിന്നെ അവള് കുറ്റം പറയണത്. അണ്ണാ ചുമ്മാ കളിക്കല്ലേ കേട്ടോ. ഛെ, ഇത് എവിടെ വെച്ചെന്റെ ദൈവമേ. നമ്മുടെ മെമ്പർ നമസ്കാരം. നമസ്കാരം നമസ്കാരം. എല്ലാരും ഉണ്ടല്ലോ. 1 രൂപ വിട്ടുകൊടുക്കരുത്. അതെനിക്കറിയാം. 2.5 കോടി വാങ്ങിക്കാതെ ഞാൻ എവിടെ പോകും? എവിടെ നമ്മുടെ ലോട്ടറിക്കാരൻ ചന്ദ്രൻ? ചന്ദ്ര, എന്റെ ഈ വാർഡിൽ ഒരു കോടീശ്വരനെ സമ്മാനിച്ച നിങ്ങൾ ഒരു ദേവദൂതനാണ്. അടുത്ത പഞ്ചായത്ത് മീറ്റിംഗിൽ നിങ്ങൾ രണ്ടുപേരെയും എന്റെ വാർഡിന്റെ വകയായി ഞാൻ ആദരിക്കും. കൂടാതെ പഞ്ചായത്ത് കെട്ടിടത്തിൽ ശ്രീ ചന്ദ്രന് ഒരു വലിയ ലോട്ടറി കട തുടങ്ങാനുള്ള അനുവാദവും ഞാൻ വാങ്ങിത്തരാം. 6.5 കോടി രൂപ. മനുഷ്യ നിങ്ങളോട് പണവും വാങ്ങിച്ചിട്ടേ ഇറങ്ങാവൂ. ഞാനിവിടുന്ന് മുഴുവൻ വാങ്ങിച്ചിട്ടേ വരൂ. നിങ്ങൾ കുറെ വാങ്ങി നിന്നാണോ വാങ്ങും? പകുതിയെങ്കിലും വാങ്ങിച്ചിട്ടേ ഇറങ്ങാവൂ. ഈ നാടിന്റെ കോടീശ്വരൻ എവിടെ? എവിടെ പറയൂ. കോടീശ്വരൻ അടിച്ച ലോട്ടറി എവിടെ കൊണ്ട് കളഞ്ഞ അങ്ങനെ എവിടുത്തെ കോടീശ്വരൻ? അയ്യോ ടിക്കറ്റ് കാണാനില്ലേ? നിങ്ങൾക്ക് വരാ പണി സാധനം കിട്ടിയണ്ണ. അപ്പൊ ചന്ദ്ര നീ നടന്ന് ലോട്ടറി വയ്ക്കേണ്ടി വരും. പഞ്ചായത്ത് മെമ്പർ വന്നിട്ടുണ്ട്. വാ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. നടക്ക്. മെമ്പറെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നോക്കിക്കൊണ്ടിരിക്കല്ലേ. മെമ്പറെ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ വീട്ടിലെ മൂത്ത മരുമകൻ ഞാനാണ്. അപ്പൊ 2.5 കോടി എനിക്ക് കിട്ടണം. ഞാനല്ലേ ഇരിക്കുന്നത്. അപ്പൊ പിന്നെ എന്റെ പഞ്ചായത്തിന്റെ വികസനോ? അങ്ങനെ ഈ പൈസ എടുത്ത് പഞ്ചായത്തിന്റെ വികസനം ഉണ്ടാക്കണ്ട. ആദ്യം ഇവിടത്തെ കാര്യം നടക്കട്ടെ. പൈസ തരാൻ ഓടിക്കോ, അടി തുടങ്ങി, അടി തുടങ്ങി. അടിക്കല്ലേ അടിക്കല്ലേ. എന്തിനാ അവിടെ കിടന്ന് കാറുന്നേ? എന്താന്ന്? ഒന്നുമില്ല, ഒന്ന് അടിച്ചതാ. ആര്? അതെ, ലോട്ടറി അടിച്ചതാ. ഓ, ലോട്ടറി അടിക്കണമെങ്കിലേ അത് എടുക്കണം. കടം വാങ്ങിച്ചു കുടിക്കണം. നിങ്ങളവിടെ നിന്ന് ലോട്ടറി എടുക്കാൻ സ്വപ്നം കാണണ എന്നെ മിച്ചം. ഈ കുടുംബത്തിന്റെ ഗതി ഇതൊക്കെ തന്നെ. ഞാനും കൂടെ എവിടെ ജോലിക്ക് പോകുന്നോ? ഞാൻ സമ്മതിക്കില്ല. നോക്കണ കാര്യമൊന്നും പറയണ്ട. നേരത്തെ പോലെ ലൈവായി കട്
കണ്ടിട്ട് പോയാ ഓക്കെ ഇങ്ങനെ ഒരു കിഴക്കനായി പോയല്ലടാ. പിന്നെ എന്താ പറയാൻ വന്നത്? അത് പറഞ്ഞാൽ നിൽക്കണം. നിർത്ത് അല്ല ചേട്ടാ അല്ലല്ല ഇവിടെ അല്ലേ പറഞ്ഞു ഞാനാണ് പറയുന്നത്. അപ്പൊ ഇനി ഒന്നും ആലോചിക്കാതെ അണ്ണന്റെ വീട്ടിലോട്ട് പോകണം അതാ